ഇന്ന് ഞാനിവിടെ നൂഡിൽസാണ് തയ്യാറാക്കുന്നത്. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാം. അതുപോലെ നല്ല ടേസ്റ്റോടുകൂടി നമുക്ക് കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ അധികം എരിവൊന്നുമില്ലാതെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കാം. അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ആദ്യം ഇവിടെ നൂഡിൽസ് ഒന്ന് വേവിച്ചെടുക്കണം. അതിനായി ഞാനിവിടെ വെള്ളം തിളപ്പിക്കാൻ വെച്ചു. ഇതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഉപ്പും ചേർത്ത് കൊടുത്ത് നമുക്കത് നല്ലവണ്ണം ഒന്ന് വേവിച്ചെടുക്കണം. അധികം വെന്ത് പോകാതെ തന്നെ നമുക്ക് നൂഡിൽസ് വേവിച്ചെടുക്കണം. ഞാൻ ഈ രീതിയിലുള്ള നൂഡിൽസാണ് എടുത്തിരിക്കുന്നത്, ചൈനീസിൻ്റെ. അത് നമ്മുടെ മാർക്കറ്റുകളിൽ മോളുകളിലൊക്കെ കിട്ടത്തില്ലേ. അപ്പോൾ ഇതൊന്ന് നല്ലവണ്ണം വേവിച്ചെടുക്കണം. അധികം വെന്ത് പോകാനും പാടില്ല, എന്നാൽ വേവാതിരിക്കാനും പാടില്ല. ഇത് നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുത്ത് ഇതൊന്ന് ഇളക്കാം. ജസ്റ്റ് അധികം പൊടിഞ്ഞു പോകാതെ സൂക്ഷിക്കണം. പക്ഷേ ഇത് തയ്യാറാക്കി വരുമ്പോഴത്തേക്ക് കുറേയൊക്കെ പൊടിഞ്ഞു പോകും. അങ്ങനെ ഞാനിതൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ വെള്ളം ഊറ്റിക്കളയണം വെന്ത് വരുമ്പം. അതുപോലെ ഇത് വെന്ത് കഴിഞ്ഞ ഉടനെ തന്നെ ഇത് നമ്മൾ തയ്യാറാക്കണം. അല്ലെങ്കിൽ ഒത്തിരി നേരം വെച്ച് കഴിഞ്ഞാൽ അത് ഒട്ടിപ്പിടിച്ചു പോകും. അതുകൊണ്ട് ഇത് വേകുന്ന സമയത്തേക്ക് നമ്മൾ അതിൻ്റെ ചേരുവകളൊക്കെ തയ്യാറാക്കി വെക്കണം. എല്ലാം റെഡിയാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇത് ഊറ്റി കഴിയുന്ന ഉടനെ തന്നെ അത് നമുക്ക് തയ്യാറാക്കാൻ പറ്റും. കുറേയധികം സമയം വെച്ച് കഴിഞ്ഞാൽ ഒട്ടിപ്പിടിക്കുക. അതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. അപ്പം നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക. അതുപോലെ സപ്പോർട്ട് ചെയ്യുക. പിന്നെ എൻ്റെ തെറ്റുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും പറയുക. അപ്പോൾ ഓക്കെ, ഞാനിത് എല്ലാം ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ട്. ഇത് നൂറ്റിയെടുത്ത് ഇനി ഇതിലേക്ക് നല്ല തണുത്ത വെള്ളം ഒഴിച്ചു കൊടുക്കണം. എന്നാൽ ഇത് നമുക്ക് ഒട്ടിപ്പിടിക്കാതെ തന്നെ കിട്ടും. അങ്ങനെയെങ്കിൽ അങ്ങനെ ഇത് ഞാനൊന്ന് വേവിച്ചെടുത്തു. ഇനി ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്, നല്ല തണുത്ത വെള്ളം. നമുക്കിതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഞാനിവിടെ പാനിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി എണ്ണ ചൂടായി വരുമ്പം നമുക്ക് ചേരുവകൾ ഓരോന്ന് ചേർത്ത് കൊടുക്കാം. ആദ്യം ഞാനിവിടെ വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കരിഞ്ഞു പോകാതെ തന്നെ സൂക്ഷിക്കണം. ജസ്റ്റ് ഒന്ന് വഴന്ന് കഴിയുമ്പം ഇനി ബാക്കി ചേരുവകൾ ചേർത്ത് കൊടുക്കാം. സവാള ഉള്ളി ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുത്തു. ഇതൊന്ന് വഴന്ന് വരണം. ഇതിലേക്ക് ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ആവശ്യത്തിന്. നമ്മൾ ആദ്യം നൂഡിൽസ് വേവിച്ച സമയത്ത് ഉപ്പ് ചേർത്തത് കൊണ്ട് അതിനനുസരിച്ച് മാത്രമേ നമുക്ക് ഉപ്പ് ചേർക്കാൻ പറ്റത്തുള്ളൂ. കുറച്ച് മാത്രം ചേർത്താൽ മതി, അല്ലെങ്കിൽ ഉപ്പ് കഴിക്കും. ഇനി ഇതിലേക്ക് നമുക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ചെറുതായി അരിഞ്ഞ് പച്ചമുളക് ചേർത്ത് കൊടുത്തു. ഇനി ഇതിലേക്ക് ബീൻസ്, ക്യാരറ്റ്, അങ്ങനെ കുറേ സാധനങ്ങൾ നമുക്ക് വേണ്ടതൊക്കെ ചേർന്ന് കൊടുക്കാം. നൂഡിൽസിന് ചേർക്കുന്ന സാധനങ്ങൾ. പിന്നെ ഉള്ളിയുടെ തണ്ടുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം. പക്ഷേ എൻ്റെ കയ്യിൽ ഉള്ളിയുടെ തണ്ടില്ലായിരുന്നു, അതുകൊണ്ട് ഞാനത് ചേർത്തിട്ടില്ല. ക്യാപ്സിക്കം, കാബേജ് ചേർക്കുന്നുണ്ട്. അത് ഇച്ചിരി അതൊന്ന് വെന്ത് കഴിയുമ്പോൾ ചേർക്കും. ക്യാപ്സിക്കം പെട്ടെന്ന് വേകുമല്ലേ, അതുകൊണ്ട്. ഇനി ഇതെല്ലാം കൂടി ഒന്ന് നല്ലവണ്ണം വഴറ്റിയെടുക്കണം. ഞാനിവിടെ കുറച്ച് ക്യാബേജ് കൂടെ അരിഞ്ഞ് ചേർത്തിട്ടുണ്ട്. അത് ഇഷ്ടമല്ലാത്തവർക്ക് ഒഴിവാക്കാം. ഇനി ഇതെല്ലാം ഒന്ന് നല്ല സോഫ്റ്റായി വരുമ്പം നമുക്ക് സോസുകളൊക്കെ ചേർത്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് ആദ്യം ഞാനിവിടെ ചേർത്തിരിക്കുന്നത് വിനാഗിരിയാണ്. വിനാഗിരി ചേർത്തു. അതോടൊപ്പം തന്നെ സോയാ സോസ് ചേർത്തു. ഇനി ഇതിലേക്ക് സോയാ സോസ് ഞാൻ 2 സ്പൂൺ, പുളി കൂടുതലാണ്, അതിനനുസരിച്ച് നമ്മൾ ചേർത്ത് കൊടുക്കുക. പിന്നെ ചില്ലി സോസ് ചേർത്തു. പിന്നെ ഇതിലേക്ക് ഇനി ടൊമാറ്റോ സോസ് കൂടി ചേർത്ത് കൊടുത്തു. പിന്നെ ഞാനിവിടെ കുറച്ച് ഷെസ്വാൻ ചട്നി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് ചേർക്കുമെന്ന് എനിക്കറിയത്തില്ല, പക്ഷേ എനിക്ക് ഇഷ്ടമുള്ള ഒന്നാണ്, അതുകൊണ്ട് ഞാനത് ചേർത്ത്. നല്ല ടേസ്റ്റാണ്, കുഴപ്പമില്ല. നല്ല എരിവും കിട്ടും. അതോടെ ചേർക്കുമ്പോൾ കുറച്ച് എരിവ് കിട്ടും. മറ്റേ സോസുകൾക്കൊന്നും അത്ര എരിവില്ലാത്തത് കൊണ്ട് ഈ ഷെസ്വാൻ ചട്നി ചേർക്കുമ്പോൾ കുറച്ച് എരിവ് കിട്ടാൻ വേണ്ടി ഞാനത് ചേർത്ത് കൊടുത്തതാണ്. അങ്ങനെ ഇതെല്ലാം കൂടി ഒന്ന് നല്ലവണ്ണം ഒന്ന് വഴന്ന് കഴിയുമ്പം നമുക്ക് നൂഡിൽസ് ചേർത്ത് കൊടുക്കാം. നൂഡിൽസ് ചേർത്ത് കുറേ ചേർത്ത് ഇളക്കാം, അല്ലെങ്കിൽ ഇത് മൊത്തം പൊടിഞ്ഞു പോകും.
പിന്നെ ഇവർ ഇത് ഇളക്കുന്നതിൻ്റെ ഒരു പ്രത്യേക രീതിയുണ്ട്, അതിങ്ങനെ ഇളക്കത്തില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. നമുക്കിനി ഇത് കുറേശ്ശെ നൂഡിൽസ് ഇനിയുണ്ട് ചേർക്കാൻ, അതോട് ചേർത്ത് എല്ലാം കൂടി ഒന്ന് ഇളക്കിയെടുത്ത് നമുക്ക് ഉപയോഗിക്കാം. ഞാനിതിലേക്ക് അല്പം കുരുമുളക് പൊടി കൂടി ചേർത്തിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടോ? എങ്ങനെയുണ്ട് എൻ്റെ ഇന്നത്തെ നൂഡിൽസ്? അറിയാൻ വയ്യാത്തവർക്ക് വലിയ ട്രഡീഷണലായിട്ടൊന്നും അല്ല ഉണ്ടാക്കിയത്, എങ്കിലും നമുക്ക് കുട്ടികൾക്ക് കൊടുക്കാൻ രീതിയിലൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇഷ്ടപ്പെട്ടുവെങ്കിൽ അഭിപ്രായം അറിയിക്കുക.